പൊക്കമില്ലായ്മയാണ് തൻ്റെ പൊക്കമെന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷിൻ്റെ മനോഹരമായൊരു നിരീക്ഷണമുണ്ട്. കലാസാഹിത്യ സാമൂഹിക രംഗങ്ങളിലെ പല എടുപ്പ് കുതിരകളെയും പൊയ്ക്കാൽ പ്രതിഭകളെയും ഈ ചെറിയ വരികൾ കൊണ്ട് നന്നായിട്ടൊന്ന് പിടപ്പിക്കുകയായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. ശരി, ഇനിയും ഈ കുഞ്ഞുണ്ണി കവിതയുടെ സാരം ഗ്രഹിക്കുവാനാകാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ വരൂ, ബുദ്ധിമുട്ടണ്ട. ഇതാ ഇവിടെ ഒരു അരുൺ അയ്യപ്പനുണ്ട്. ലോകത്തിലെ സകല പൊക്കന്മാരുടെയും തോളിൽ ചവിട്ടിക്കയറി ഉച്ചിയിൽ തന്നെ മാഷ് അടിച്ച നല്ല അടിയുടെ ചൂട് ഇവൻ പറഞ്ഞു തരും. വേണ്ട, കേൾക്കാനും നിൽക്കണ്ട. ഇവനെ ഒന്ന് നോക്കി നിന്നാൽ മാത്രം മതി. നിന്റെ ഒന്നും പൊക്കത്തിൽ ഒരു കാര്യവുമില്ലടേ എന്നിവൻ പറയാതെ പറയുന്നത് നിങ്ങൾക്ക് കാണാം, കേൾക്കാം. അതെ, അതാണ് അരുൺ അയ്യപ്പൻ. എല്ലാ ഉയരങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഉള്ളിലെ ഉയരമാണ് വലിയ പൊക്കമെന്ന് അയ്യപ്പൻ കാണിച്ചു തരികയാണ്. ഉയരക്കുറവെന്ന കുറവിനെ ഏറ്റവും വലിയ ഉയരമാക്കി മാറ്റിയവരുടെ ലിസ്റ്റിൽ നമുക്ക് അയ്യപ്പനെ കൂടി ഉൾപ്പെടുത്താം. ജനിതക വൈകല്യങ്ങൾ കൊണ്ട് മനുഷ്യരിലും കാണപ്പെടുന്ന തകരാറ് പോലെ ഒരു ചെറിയ കണക്കിൻ്റെ പിഴവാണ് അയ്യപ്പനും സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ മൂശയിലെ അളവിൽ വന്ന ഒരു പിഴവ്, അത്ര തന്നെ. കേരള കർണാടക അതിർത്തിയിലുള്ള വനമേഖലയിലായിരുന്നു ഇവൻ്റെ ജനനം. നല്ല നിബിഡ വനമായതിനാൽ ഉത്സാഹത്തിനും സന്തോഷത്തിനും ഒന്നും ഒരു കുറവുമുണ്ടായിരുന്നില്ല. കാട്ടരുവികളിൽ മതിച്ചും ഈറ്റക്കാടുകളിൽ അലഞ്ഞും കൂട്ടുകാരോടൊത്ത് കളിച്ച് രസിച്ച് അങ്ങനെ കഴിയുന്ന കാലം. അമ്മയുടെ ശാസനകളൊന്നും കേൾക്കാതെയുള്ള ചില ചുറ്റിക്കറങ്ങലുകളും ഇവനുണ്ടായിരുന്നു. പ്രായത്തിൻ്റെ പ്രശ്നം, അല്ലാതെ എന്തു പറയാൻ. കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തല 16. എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന ബോധവിചാരങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും ഒരൊറ്റ പോക്ക് പോകും. അടിച്ചു പൊളിച്ചുള്ള യാത്രയാണത്. കൂട്ടുകാർ മാറി നിന്നാലും ഇവൻ വിടില്ല. ഒന്ന് മുട്ടിയിട്ട് തന്നെ എന്ന മട്ട്. അങ്ങനെ തിന്നും കുടിച്ചും കളിച്ചും മതിച്ചുമെല്ലാം 4-5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ മടങ്ങും. അതാണവൻ്റെ പതിവ്. അതുവരെ അമ്മയുടെ നെഞ്ചിൽ തീയാണ്. ഒന്നാമത് ഉയരം കുറഞ്ഞവൻ. ഏതെങ്കിലും അപകടം പിണഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ പോലെ എളുപ്പം രക്ഷപ്പെടാനും കഴിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവന് ദേഷ്യം വരും. അമ്മയോട് പിണങ്ങും. പിന്നെ കുറുമ്പ് കൂടുതൽ കാണിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് അമ്മയും കരുതും. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഇവൻ 2 കൂട്ടുകാരെയും കൂട്ടി ഒരു യാത്ര പ്ലാൻ ചെയ്തു. അല്പം റിസ്ക് കൂടിയ യാത്രയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ യാത്രയുടെ വിവരങ്ങളൊന്നും അവൻ അമ്മയെ അറിയിച്ചില്ല. വന അതിർത്തിയിൽ ഗ്രാമീണരുടെ കരിമ്പിൻ പാടമുണ്ട്. കണ്ണെത്താ ദൂരം വിളഞ്ഞു കിടക്കുന്ന മധുരമോറുന്ന കരിമ്പ്. അതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഉറക്കമില്ലാതായി. എപ്പോഴും പിന്നെ അവിടെ എത്തുക എന്ന ചിന്ത മാത്രമായി. പക്ഷേ കൂട്ടുകാർ പറഞ്ഞു, കരിമ്പിൻ്റെ മധുരത്തിനപ്പുറം ചില അപകടങ്ങളുണ്ട്. ചിലപ്പോൾ പിന്നെ കാട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. വിധി അതാണെങ്കിൽ അങ്ങനെ. എന്തായാലും പോവുക തന്നെ. ഇവൻ കൂട്ടുകാർക്ക് കരുത്തു പകർന്നു. നല്ല നിലാവുള്ള ഒരു ദിവസം അവർ യാത്ര തിരിച്ചു. പതിവ് പോലെ ആഘോഷിച്ചുള്ള യാത്ര തന്നെ. നിലാവും കൂടി ആയപ്പോൾ ഉഷാറായി. കുളിച്ചും കളിച്ചുമെല്ലാം കുന്നിറങ്ങി. ഒടുവിൽ നേരം വെളുക്കാറായപ്പോൾ കരിമ്പിൻ തോട്ടത്തിലെത്തി. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. മുന്നിലെ വഴി പോലും കാണാൻ കഴിയാത്ത വിധം വിളഞ്ഞു കിടക്കുന്ന കരിമ്പിൻ പാടം. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നെല്ലാമുള്ള ആശങ്ക. ഒരൊറ്റ കുതിപ്പായിരുന്നു പിന്നെ. ഒടിച്ചു മെതിച്ചുകൊണ്ടുള്ള ഒരു പോക്ക്. 3 പേരും 3 വഴി. ആരും ആരെയും കണ്ടില്ല, അന്വേഷിച്ചില്ല. സത്യത്തിൽ നേരം പുലർന്നതുപോലും അറിഞ്ഞില്ല. എപ്പോഴോ പിന്നിൽ ആളുകളുടെ ആരവം കേട്ടപ്പോഴാണ് കാര്യങ്ങൾ കുഴപ്പത്തിലായി എന്നവർക്ക് ബോധ്യപ്പെട്ടത്. നല്ല ഒരളവിൽ അതിനകം അകത്താക്കി കഴിഞ്ഞ കരിമ്പിൻ്റെ തല ചുറ്റിക്കുന്ന ലഹരിയും ഒപ്പമുണ്ടായിരുന്നു. പിന്നെ ഓട്ടമായി. ഏതാണ് വഴിയെന്നൊന്നും പിടുത്തമില്ലാത്ത ഒരു പാച്ചിൽ. പലതിലും തട്ടി ശരീരം ആസകലം മുറിയുന്നുണ്ട്. കണ്ണുകൾ നീറുന്നു. ഒന്ന് നോക്കാൻ പോലും സമയമില്ല. നാട്ടുകാർ പിന്നാലെയുണ്ട്.
വിള നശിച്ചതിൻ്റെ അരിശം അവർ തീർത്തിട്ടേ അടങ്ങൂ എന്ന മട്ട്. വഴിയറിയാതെ അങ്ങനെ ഏറെ ദൂരം ഓടിത്തളർന്നു. ഇനി ഒട്ടും വയ്യ എന്ന് മനസ്സും ശരീരവും പറഞ്ഞതും വെടി പിന്നിൽ തറച്ചതും ഒന്നിച്ചായിരുന്നു. അതോടെ മയങ്ങി വീണു. പിന്നെ ഉണർന്നു നോക്കുമ്പോൾ കാലിലും ഉടലിലുമെല്ലാം ചങ്ങലയാണ്. മനുഷ്യർ ചുറ്റിലും കൂടി നിൽപ്പുണ്ട്. ഇടം കണ്ണിട്ടൊന്ന് ചരിഞ്ഞു നോക്കി. സുഹൃത്തുക്കൾ ആരുമില്ല. അമ്മയുടെ വാക്കുകൾ സത്യമായി തീർന്നതോർത്തപ്പോൾ ഇവന് കരച്ചിലടക്കാനായില്ല. അത് കേട്ട് മനുഷ്യർ ആർത്ത് ചിരിച്ചു. ഇനി ഒരു മടക്കമില്ലെന്ന് ഉറപ്പായ നിമിഷം ഭീകരമായ മർദ്ദനമായിരിക്കും ഇവർ നൽകുന്ന ശിക്ഷയെന്നായിരുന്നു ഇവൻ്റെ വിചാരം. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മയക്കുവെടി വെച്ചതും പിടികൂടിയതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു.